ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റാനുള്ള ഭരതനാട്യം പരിപാടി നടത്തിയ ശേഷം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ പുൽത്തകടിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് വെറുതെ മുളച്ചു വന്ന പുല്ലോ സാധാരണ പുല്ലോ അല്ലായിരുന്നു. അണ്ടർ-19 ലോകകപ്പിനെ തുടർന്ന് സ്ഥാപിച്ച ഫിഫ നിലവാരമുള്ള പുല്ലുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇത് കലൂർ സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാക്കി കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വളരെ അപകടവുമാണ്. ഒഡീഷ FC-ക്കെതിരെയുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാലും പരിക്ക് പറ്റുമോ എന്ന ഭീതിയിലാണ് താരങ്ങളെല്ലാം കളിച്ചതും. ഇതേ മോശം ഗ്രൗണ്ടിലാണ് ജനുവരി 18-ന്, അതായത് നാളെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. മോശമായ പിച്ചിൽ തുടർച്ചയായി 2 തവണ കളിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യതകളും ഏറെയാണ്. ഈ ഒരു നല്ല ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഗിന്നസ് റെക്കോർഡ് എന്ന ആവശ്യത്തിനായി അനുമതി കൊടുത്തവർക്കെതിരെയാണ് ആദ്യം നടപടികൾ സ്വീകരിക്കേണ്ടത്. ഭരതനാട്യവും തിരുവാതിരയും ഒക്കെ കളിക്കാൻ വേറെ എത്രയോ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേരളത്തിൽ ഇതുപോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പിച്ച് കിട്ടിയത്. ആ ഒരു വേൾഡ് കപ്പ് കാരണമാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ഗ്രൗണ്ട് ഒരുക്കാൻ സാധിച്ചത്. കേന്ദ്ര ഗവൺമെന്റോ കേരള സർക്കാർ ഒന്നുമല്ല അത് ചെയ്തത്. ഫിഫ നേരിട്ട് ക്യാഷ് കൊടുത്തത് കൊണ്ടാണ് അത് സാധ്യമായത്. അത് നേരാവണ്ണം സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിന് പകരം കുറച്ച് ആളുകളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി നശിപ്പിച്ചിരിക്കുകയാണ്. കടുത്ത ഫുട്ബോൾ ആരാധകരായ മലയാളികൾക്ക് നല്ലൊരു സ്റ്റേഡിയം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പലരും ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും കുറ്റം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കളിയുടെ നിലവാരം നോക്കിയാൽ ഈ ഗ്രൗണ്ട് തന്നെ അവർക്ക് ധാരാളമാണെന്ന് പറയുന്നവരുമുണ്ട്. ഇപ്പോൾ പിച്ച് പഴയതുപോലെയാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും പണം ചെലവാക്കേണ്ടി വരുന്നു. അത് ക്ലബിന്റെ സാമ്പത്തിക ഭദ്രതയെ പോലും ബാധിക്കുന്നുണ്ട്. പുതിയ സൈനിങ് ഒക്കെ കുറയാൻ സാധ്യതയുമുണ്ട്. എന്താണ് മെഗാ ഭരതനാട്യം കൊണ്ട് നേടാൻ കഴിഞ്ഞത്? സംഘാടകർ ആളുകളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കി. ദിവ്യ ഉണ്ണി ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റി. കിട്ടിയ കാശും മേടിച്ച് രാഖി രാമായണം അമേരിക്കയിലേക്ക് വിമാനം കയറിപ്പോയി. ഒരു പെട്ടിക്കട പോലത്തെ ഓഫീസ് ഉണ്ടായിരുന്ന ഒരു കമ്പനി ആളുകളെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അന്നത്തെ ആ ഷോ നടത്തിയതിലുണ്ടായ അപാകതകൾ കാരണം ഒരു വലിയ ദുരന്തവും ഉണ്ടായി. MLA ഉമാ തോമസ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലുമായി. അതിലേറെ നഷ്ടമുണ്ടായത് കേരളത്തിലെ കായിക പ്രേമികൾക്ക് തന്നെയാണ്. ഒരു നിലവാരമുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് അവർക്ക് നഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കളിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ സ്ഥിരം മഞ്ഞ ജേഴ്സി ധരിക്കാനും കഴിഞ്ഞില്ല. മൈതാനത്തെ പച്ചപ്പുല്ലുകൾ ഡാൻസുകാരും സംഘാടകരും ചേർന്ന് ചവിട്ടി നശിപ്പിച്ചതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള ഒരുപാട് പാച്ചുകൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് നീല നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞാണ് ബ്ലാസ്റ്റേഴ്സ് അന്ന് ഇറങ്ങിയത്. എന്തായാലും ഒഡീഷയെ 3-2 പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് കഴിഞ്ഞിരുന്നു. ഇനി നടക്കുന്നത് നാളെ നോർത്ത് ഈസ്റ്റുമായുള്ള മത്സരമാണ്. ഗ്രൗണ്ടിന്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാനും സാധ്യത കാണുന്നില്ല. 12,000 ആളുകൾ ചവിട്ടി തകർത്ത ഒരു മൈതാനത്ത് പരിക്കിന്റെ ഭീതിയിൽ തന്നെയാകും നാളെയും 2 ടീമുകളും മത്സരിക്കാൻ ഇറങ്ങുന്നത്.